Good morning. Today we are going to discuss filters. In our previous class we have discussed about the process filtration. Today we are going to discuss different type of filters, their component parts, etc. Main parts of a filter. It includes sand bed, gravel bed, under drain system, outlet for filtered water, air compressor unit, valves, overhead tank to supply wash water. ഒരു ഫിൽറ്ററിൻ്റെ ഏറ്റവും താഴെയായി അണ്ടർ ഡ്രെയിൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അണ്ടർ ഡ്രെയിൻ സിസ്റ്റത്തിൽ ലാറ്ററൽ ഡ്രെയിൻസ്, വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ലാറ്ററൽ ഡ്രെയിൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അണ്ടർ ഡ്രെയിൻ സിസ്റ്റത്തിൻ്റെ മുകളിലായി ഗ്രാവൽ ബെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രാവൽ ബെഡ് എന്ന് പറയുമ്പോൾ ചരല്. ഈ ഗ്രാവൽ ബെഡിൻ്റെ മുകളിലായി സാൻഡ് ബെഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഗ്രാവലിനേക്കാളും സൈസ് കുറവായിരിക്കും സാൻഡിന്, അല്ലേ? സോ സൈസ് കുറഞ്ഞ സാൻഡ് മുകളിലും സാൻഡിനേക്കാളും വലിപ്പം കൂടിയ പാർട്ടിക്കിൾസ് ഉള്ള ഗ്രാവല് താഴെയായിട്ടുമാണ് ഫിൽറ്ററിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അണ്ടർ ഡ്രെയിൻ സിസ്റ്റത്തിൽ നിന്നും ഫിൽറ്റേർഡ് വാട്ടറിനെ പുറത്തെടുക്കുന്നതിന് വേണ്ടി ഔട്ട്ലെറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൻ്റെ കേസിൽ ഒരു എയർ കംപ്രസർ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിലെ ക്ലീനിങ് പർപ്പസസിന് വേണ്ടിയാണ് എയർ കംപ്രസർ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്ത തരം വാൾവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ലോ സാൻഡ് ഫിൽറ്ററിനെ അപേക്ഷിച്ച് ഇന്ന് കൂടുതൽ ഉപയോഗിച്ച് വരുന്നത് റാപ്പിഡ് സാൻഡ് ഫിൽറ്ററാണ്. അതുകൊണ്ട് തന്നെ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ അറേഞ്ച്മെൻറ്റിൽ ഒരു ഓവർ ഹെഡ് ടാങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിലെ ഫിൽറ്റർ ബെഡ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വാഷ് വാട്ടർ കടത്തിവിടേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഈ വാഷ് വാട്ടറിൻ്റെ സപ്ലൈ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഓവർ ഹെഡ് ടാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിൽറ്റേഴ്സ്. Filters are broadly classified as gravity filters and pressure filters. ഫിൽറ്റേഴ്സിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗ്രാവിറ്റി ഫിൽറ്റേഴ്സ് എന്നും പ്രഷർ ഫിൽറ്റേഴ്സ് എന്നും. ഗ്രാവിറ്റി ഫിൽറ്റേഴ്സിൻ്റെ കേസിൽ സാൻഡ് ബെഡിലൂടെയുള്ള വാട്ടർ ഫ്ലോ നടക്കുന്നത് ഗ്രാവിറ്റി വഴി മാത്രമായിരിക്കും. എന്നാൽ പ്രഷർ ഫിൽറ്റേഴ്സിൻ്റെ കേസിൽ ഫിൽറ്റർ ബെഡ് അഥവാ സാൻഡ് ബെഡിലൂടെയുള്ള വാട്ടർ ഫ്ലോ നടക്കുന്നത് പ്രഷർ വഴിയാണ്. ഗ്രാവിറ്റി ഫിൽറ്റേഴ്സ് ആർ ഫർദർ സബ്ഡിവൈഡഡ് ആസ് സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സ് ആൻഡ് റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സ്. ഗ്രാവിറ്റി ഫിൽറ്റേഴ്സിനെ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്ലോ സാൻഡ് ഫിൽറ്റർ എന്നും റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ എന്നും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സ്ലോ സാൻഡ് ഫിൽറ്ററും റാപ്പിഡ് സാൻഡ് ഫിൽറ്ററും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലോ സാൻഡ് ഫിൽറ്ററിൻ്റെയും റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൻ്റെയും കൺസ്ട്രക്ഷനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലോ സാൻഡ് ഫിൽറ്റർ ഫസ്റ്റ് ഇൻവെൻറ്റഡ് ഇൻ ഇംഗ്ലണ്ട് ബൈ ജെയിംസ് സിംസൺ ഇൻ 1829. 1829 ജെയിംസ് സിംസൺ എന്ന് പറയുന്ന ആളാണ് ഇംഗ്ലണ്ടിൽ സ്ലോ സാൻഡ് ഫിൽറ്റർ ആദ്യമായി കണ്ടെത്തിയത്. They were popular and widely used in treatment plants until the introduction of rapid sand filters. സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സ് ആദ്യകാലങ്ങളിലൊക്കെ ഒരുപാട് ഉപയോഗിച്ചു വന്നിരുന്നു. എന്നാൽ റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സ് കണ്ടെത്തിയതോടുകൂടി സ്ലോ സാൻഡ് ഫിൽറ്ററിൻ്റെ ഉപയോഗം വളരെയധികം കുറഞ്ഞു വന്നിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഓപ്പൺ വാട്ടർ ടൈറ്റ് ടാങ്ക്, റെക്ടാങ്കുലാർ ഇൻ പ്ലാൻ, കൺസ്ട്രക്റ്റഡ് വിത്ത് മെസൻട്രി ഓർ കോൺക്രീറ്റ്. ഓപ്പൺ ആയിട്ടുള്ള ഒരു വാട്ടർ ടൈറ്റ് ടാങ്കാണ് സ്ലോ സാൻഡ് ഫിൽറ്ററിലുള്ളത്. റെക്ടാങ്കുലാർ ആയിരിക്കും ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. മെസൻട്രി ഉപയോഗിച്ചോ കോൺക്രീറ്റ് ഉപയോഗിച്ചോ നമുക്കത് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സർഫസ് ഏരിയ ഓഫ് ദി ടാങ്ക് വാരീസ് ഫ്രം 100 to 2000 മീറ്റർ സ്ക്വയർ. ടാങ്കിൻ്റെ സർഫസ് ഏരിയ 100 തൊട്ട് 2000 മീറ്റർ സ്ക്വയർ വരെ വാരി ചെയ്യുന്നു. ടാങ്കിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 2.5 തൊട്ട് 4 മീറ്റർ വരെയാണ് വേരി ചെയ്യുന്നത്. റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ ഡെവലപ്ഡ് ബൈ GW ഫുള്ളർ ഇൻ USA. USA ഫുള്ളറാണ് റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ ഡെവലപ്പ് ചെയ്തെടുത്തത്.
Main disadvantage of slow sand filter is that they require a large space for installation as the rate of filtration is very slow. സ്ലോ സാൻഡ് ഫിൽറ്ററിൻ്റെ ഒരു പ്രധാന ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്ലോ സാൻഡ് ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വലിയൊരു സ്പേസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ നികത്താൻ കഴിയും. കൺസ്ട്രക്ഷൻ. Filter units are smaller in size and are located in a building called filter house. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ ഒരുപാട് ഫിൽറ്റർ യൂണിറ്റ്സ് വരുന്നുണ്ട്. ഈ ഫിൽറ്റർ യൂണിറ്റ്സിനെ എല്ലാം ഒരു ഫിൽറ്റർ ഹൗസിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് ഫിൽറ്റർ യൂണിറ്റ്സ് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ 1 or 2 rows. ഈ ഫിൽറ്റർ യൂണിറ്റുകൾ 1 or 2 റോസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. Each unit is a rectangular block of size 5 meter by 4 meter to 10 meter by 8 meter. ഓരോ യൂണിറ്റും ഓരോ റെക്ടാങ്കുലാർ ബ്ലോക്ക് ആയിരിക്കും. ഇതിൻ്റെ സൈസ് 5 മീറ്റർ ബൈ 4 മീറ്റർ തൊട്ട് 10 മീറ്റർ ബൈ 8 മീറ്റർ വരെ വേരി ചെയ്യുന്നുണ്ട്. ടാങ്കിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. ലെങ്ത്തും വിഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 1.25നും 1.33ക്കും ഇടയിലാണ്. ഹിയർ ഇറ്റ് ഈസ് എ ഇമേജ് ഓഫ് സ്ലോ സാൻഡ് ഫിൽറ്റർ. ഇവിടെ സ്ലോ സാൻഡ് ഫിൽറ്ററിൻ്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. 1 എന്ന് കാണിച്ചിട്ടുള്ളത് ഇൻലെറ്റ് ആണ്. 2 എന്ന് കാണിച്ചിട്ടുള്ളത് ഇൻലെറ്റ് ചാമ്പറാണ്. ഇൻലെറ്റ് ചാമ്പറിൽ എത്തിക്കഴിഞ്ഞാൽ വെള്ളം ഓവർഫ്ലോ ചെയ്യുന്നത് ഓവർഫ്ലോ വീർ വഴിയാണ്. 3 കാണിച്ചിട്ടുള്ളത് ഓവർഫ്ലോ വീറാണ്. നമ്മൾ ഫിൽട്രേഷൻ്റെ കേസിൽ ഓൾറെഡി പറഞ്ഞു, സ്കുംസ് ഡെക്കെ അങ്ങനെ ഒരു ലെയർ ഫോം ചെയ്യുന്നുണ്ട് ഇല്ലേ. ഡേർട്ടി സ്കിൻ എന്നാണ് ഈ ലെയറിനെ പറയുന്നത്. 4 എന്ന് കാണിച്ചിട്ടുള്ളതാണ് ഈ ലെയർ ഡാർക്കൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സോ ഏറ്റവും മുകളിൽ സാൻഡ് ബെഡാണ് വരുന്നത്. സാൻഡ് ബെഡാണ് 5 മാർക്ക് ചെയ്തിട്ടുള്ളത്. സാൻഡ് ബെഡിന് താഴെ ഗ്രാവൽ ബെഡ് വരുന്നു, 6 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രാവൽ ബെഡിന് താഴെ അണ്ടർ ഡ്രെയിൻ സിസ്റ്റം വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒരു സ്ലോ സാൻഡ് ഫിൽറ്ററിൻ്റെ കൺസ്ട്രക്ഷനിൽ വരുന്ന ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. അണ്ടർ ഡ്രെയിൻ സിസ്റ്റത്തിൽ സെൻട്രലായിട്ട് ഒരു സെൻട്രൽ ഡ്രെയിൻ വരുന്നുണ്ട്. ഔട്ട്ലെറ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത് 10 ആണ്. 10 എന്നുള്ള ഔട്ട്ലെറ്റിലൂടെയാണ് നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളം പുറത്തോട്ട് എടുക്കുന്നത്. ഹിയർ ഇറ്റ് ഈസ് എ ഇമേജ് ഓഫ് റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ. ഇവിടെ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൻ്റെ ഒരു ഇമേജും തന്നിട്ടുണ്ട്. 1 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇൻലെറ്റ്. 2 ഇൻലെറ്റ് ചാനൽ. ഇൻലെറ്റ് ചാനലിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഓവർഫ്ലോ വീർ വഴി വെള്ളം ഫിൽറ്റർ യൂണിറ്റിലോട്ട് പ്രവേശിക്കുന്നു. മുകളിൽ സാൻഡ് ബെഡ് കാണിച്ചിട്ടുണ്ട്. സാൻഡ് ബെഡിന് താഴെ ഗ്രാവൽ ബെഡ് കാണിച്ചിട്ടുണ്ട്. ഗ്രാവൽ ബെഡിന് താഴെ അണ്ടർ ഡ്രെയിൻ സിസ്റ്റമാണ്. ഈ അണ്ടർ ഡ്രെയിൻ സിസ്റ്റത്തിൽ 6 എന്ന് കാണിച്ചിട്ടുള്ളത് ലാറ്ററൽ ഡ്രെയിൻസ് ആണ്. അതുപോലെ 7 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് മാനിഫോൾഡ് ഡ്രെയിൻ പൈപ്പ്. ഇവിടെ വെള്ളം കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനിഫോൾഡ് ഡ്രെയിൻ പൈപ്പാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 9 എന്ന് കാണിച്ചിട്ടുള്ളത് വാഷ് വാട്ടർ ഡ്രെയിനാണ്. അതായത് കുറേ നേരം ഫിൽട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്റർ ബെഡിൽ മണ്ണും മറ്റും അടിഞ്ഞ് അത് ക്ലോഗ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ക്ലീനിങ് ആവശ്യമായിട്ട് വരും. ഈ ഒരു സമയത്ത് 9 എന്ന് കാണിച്ചിട്ടുള്ള വാഷ് വാട്ടർ ഡ്രെയിൻ വഴിയാണ് കഴുകുന്നതിന് അഥവാ ക്ലീൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കടത്തിവിടുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൻ്റെ കേസിൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എയർ കംപ്രസർ യൂണിറ്റ് വരുന്നുണ്ട്. എയർ കംപ്രസർ യൂണിറ്റാണ് 10 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. വാഷ് വാട്ടർ സപ്ലൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓവർ ഹെഡ് ടാങ്കാണ് 11 എന്ന് കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ക്ലീനിങ് ഓഫ് ഫിൽറ്റേഴ്സ്. ഡ്യൂറിങ് ഫിൽട്രേഷൻ സാൻഡ് ബെഡ് ഗെറ്റ്സ് ക്ലോഗ്ഡ് ആൻഡ് റെസിസ്റ്റൻസ് ടു ഫ്ലോ ഈസ് ഡെവലപ്ഡ്. ഫിൽട്രേഷൻ നടന്നുകൊണ്ടിരിക്കെ സാൻഡ് ബെഡ്, നമ്മുടെ ഫിൽറ്റർ ബെഡിലൊക്കെ മണ്ണും മറ്റ് ഇമ്പ്യൂരിറ്റീസൊക്കെ അടിഞ്ഞു കടന്ന് അത് ക്ലോഗായിട്ട് പോകും, കട്ടയായിട്ട് പോകും. ഓക്കെ, ഇതിൻ്റെ ഫലമായി ഫ്ലോക്ക് ഒരു റെസിസ്റ്റൻസ് വരും അഥവാ ഫ്ലോ നടക്കാതെ വരും. ഇറ്റ് റിസൾട്ട്സ് ഇൻ ഇൻക്രീസ്ഡ് ലോസ് ഓഫ് ഹെഡ് ആൻഡ് ദെർബൈ ഫിൽട്രേഷൻ ഈസ് സ്റ്റോപ്ഡ്. ഇതുവഴി ഹെഡ് ലോസ് ധാരാളമായി ഉണ്ടാവുകയും ഫിൽട്രേഷൻ നിൽക്കുകയും ചെയ്യുന്നു. സോ ക്ലീനിങ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സായി അപ്പോൾ വരുന്നു. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൻ്റെ കേസിൽ ക്ലീനിങ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലീനിങ് പ്രോസസ് ഇൻ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞ് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൻ്റെ ക്ലീനിങ് ഒന്ന് നോക്കാം.
Effluent from sedimentation unit is applied to the filter through valve A. സെഡിമെൻറ്റേഷൻ യൂണിറ്റിൽ നിന്നുള്ള എഫ്ലുവൻറ്റ്, അതായത് ഫിൽട്രേഷന് മുമ്പുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെഡിമെൻറ്റേഷൻ ആണല്ലോ. സോ സെഡിമെൻറ്റേഷനിൽ നിന്നുള്ള വെള്ളം എഫ്ലുവൻറ്റ് ഫിൽട്ടർ യൂണിറ്റിലോട്ട് കടത്തിവിടുന്നു. അതിന് യൂസ് ചെയ്യുന്ന വാൾവാണ് വാൾവ് എ. വാൾവ്സ് ബി, ഡി ആൻഡ് ഇ ആർ ക്ലോസ്ഡ് ആൻഡ് ദെൻ വാട്ടർ ഈസ് അലൗഡ് ടു പെർക്കുലേറ്റ് ത്രൂ സാൻഡ് ബെഡ്. എന്നിട്ട് ബി, ഡി, ഇ എന്ന് പറയുന്ന വാളുകളൊക്കെ ക്ലോസ് ചെയ്യുകയും വെള്ളം സാൻഡ് ബെഡിലൂടെ പെർക്കുലേറ്റ് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഫിൽറ്റേർഡ് വാട്ടർ കളക്റ്റഡ് ഇൻ ദി അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം ഈസ് ടേക്കൺ ടു ദി ക്ലിയർ വാട്ടർ റിസർവോയർ ത്രൂ മാനിഫോൾഡ് ഡ്രെയിൻ പൈപ്പ് ഓപ്പണിംഗ് ദ വാൾവ് സി. ഫിൽട്രേഷൻ പ്രോസസ്സിന് ശേഷം ഫിൽറ്ററേഡ് വാട്ടർ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ കളക്ട് ചെയ്യപ്പെടുന്നു. അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ നിന്നും ക്ലിയർ ആയിട്ടുള്ള വാട്ടർ മാനിഫോൾഡ് ഡ്രെയിൻ പൈപ്പിലൂടെ ക്ലിയർ വാട്ടർ റിസർവോയറിലോട്ട് പോകുന്നു. ഈ സമയത്ത് നമ്മൾ വാൾവ് സി ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോർ ക്ലീനിങ് പർപ്പസസ് വാൾവ് എ ആൻഡ് സി ആർ ക്ലോസ്ഡ്, വാൾവ് എഫ് ഈസ് ഓപ്പൺഡ്. ഇനി ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫിൽട്ടർ യൂണിറ്റിലോട്ട് വരുന്ന വാൾവ്, വെള്ളം വരുന്ന വാൾവ് എ ആണ്. അതുപോലെ ഫിൽട്ടർ യൂണിറ്റിൽ നിന്ന് ക്ലിയറായ വെള്ളം പുറത്തേക്ക് കൊണ്ടുപോകുന്നത് സി ആണ്. സോ ക്ലീനിങ്ങിൻ്റെ ടൈമിൽ എ എന്നുള്ള വാൾവും സി എന്നുള്ള വാൾവും ക്ലോസ് ചെയ്യുകയും എഫ് എന്നുള്ള വാൾവ് ഓപ്പൺ ചെയ്യുകയും ചെയ്യുക. കംപ്രസ്ഡ് എയർ ഈസ് സെൻഡ് ഫ്രം ദി ബോട്ടം ഇൻ ടു ദി ഫിൽട്ടർ മീഡിയം വിച്ച് അഗിറ്റേറ്റ്സ് ആൻഡ് സെപ്പറേറ്റ്സ് ഇംപ്യൂരിറ്റീസ് ഫ്രം സാൻഡ് പാർട്ടിക്കിൾസ്. ഫിൽട്ടർ യൂണിറ്റിൻ്റെ ബോട്ടത്തിൽ നിന്നും കംപ്രസ്ഡ് എയർ സപ്ലൈ ചെയ്യുക. ഇങ്ങനെ കംപ്രസ്ഡ് എയർ സപ്ലൈ ചെയ്യുമ്പോൾ ഇംപ്യൂരിറ്റീസ് സാൻഡ് പാർട്ടിക്കിൾസിൽ നിന്നും വേർതിരിയുന്നതിന് സഹായിക്കുന്നു. ദെൻ ഓപ്പൺ വാൾവ് ഇ ആൻഡ് സെൻഡ് വാഷ് വാട്ടർ അണ്ടർ പ്രഷർ ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. കംപ്രസ്ഡ് എയർ കടത്തിവിട്ടതിന് ശേഷം വാൾവ് ഇ ഓപ്പൺ ചെയ്യുക. വാൾവ് ഇയിലൂടെ കഴുകുന്നതിനാവശ്യമായിട്ടുള്ള വാഷ് വാട്ടർ കടത്തിവിടുക. അപ്വേർഡ് ഡയറക്ഷനിലാണ് കടത്തിവിടേണ്ടത്, അതായത് താഴെ നിന്ന് മുകളിലോട്ടാണ് കടത്തിവിടേണ്ടത്. ഡേർട്ടി വാഷ് വാട്ടർ ഈസ് ടേക്കൺ എവേ ഇൻ ടു വാഷ് വാട്ടർ ഡ്രെയിൻ ത്രൂ വാൾവ് ബി. ഡേർട്ടി ആയിട്ടുള്ള അഴുക്കായിട്ടുള്ള വെള്ളം വാൾവ് ബിയിലൂടെ പുറത്തേക്ക് കളയുന്നു. Then close valve B, E and F and open valve A and allow water to pass through sand bed. ഫിൽട്ടർ ക്ലീൻ ചെയ്ത ശേഷം ബി, ഇ, എഫ് എന്നുള്ള വാൾവുകൾ ക്ലോസ് ചെയ്യുകയും വാൾവ് എ ഓപ്പൺ ചെയ്യുകയും ചെയ്യുക. ദിസ് വാട്ടർ ഇനീഷ്യലി കണ്ടെയ്ൻസ് ഇംപ്യൂരിറ്റീസ് ആൻഡ് ഈസ് ടു ബി ഡ്രെയിൻഡ്. ഫോർ ദിസ് ഓപ്പൺ വാൾവ് ഡി. ഫിൽട്ടർ ക്ലീൻ ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ വെള്ളം കടത്തിവിടുമ്പോൾ അതിൽ കുറച്ച് ഇമ്പ്യൂരിറ്റീസൊക്കെ കാണാം. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വാൾവ് ഡി ഓപ്പൺ ചെയ്യുക. വാൾവ് ഡി ഓപ്പൺ ചെയ്ത് വെള്ളം അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് ഡ്രെയിൻ ചെയ്യപ്പെടുന്നു. അതിനുശേഷം ക്ലോസ് വാൾവ് ഡി. വാൾവ് ഡി ക്ലോസ് ചെയ്യുക. വാൾവ് സി ഓപ്പൺ ചെയ്യുക. ക്ലിയർ ആയിട്ടുള്ള ഫിൽറ്റേർഡ് വാട്ടർ നമുക്ക് ക്ലിയർ വാട്ടർ റിസർവോയറിൽ കളക്ട് ചെയ്യാനും കഴിയും. വാൾവ് ഷുഡ് ബി ഓപ്പറേറ്റഡ് കറക്റ്റ്ലി ടു ഫിൽറ്റർ വാട്ടർ എഫക്റ്റീവ്ലി. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൻ്റെ കേസിൽ ഒരുപാട് വാൾവ്സ് വരുന്നുണ്ട്. സോ ഈ വാൾവുകളൊക്കെ കറക്റ്റ് ടൈമിൽ ശരിയായ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുക. എന്നാൽ മാത്രമാണ് വെള്ളം നമുക്ക് ഇഫക്റ്റീവായിട്ട് ഫിൽറ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇറ്റ് ഈസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ സ്ലോ സാൻഡ് ഫിൽറ്റർ ആൻഡ് റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ. സ്ലോ സാൻഡ് ഫിൽറ്ററിൻ്റെയും റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൻ്റെയും ഒരു കമ്പാരിസൺ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് പാരാമീറ്റർ സൈസ് ഓഫ് സാൻഡ് ആണ്. സ്ലോ സാൻഡ് ഫിൽറ്ററിൽ സാൻഡിൻ്റെ ഇഫക്റ്റീവ് സൈസ് വരുന്നത് 0.3 to 0.35 mm ആണ്. എന്നാൽ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിലോ 0.35 to 0.6 mm ആണ്. യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് സ്ലോ സാൻഡ് ഫിൽറ്ററിൽ വരുന്നത് 1.75 to 2 ആണ്. എന്നാൽ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ 1.6നേക്കാളും കുറവായിരിക്കും. ഇനി സാൻഡ് ലെയറിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് സ്ലോ സാൻഡ് ഫിൽറ്ററിൽ 60 to 100 സെൻറ്റിമീറ്റർ ആണ്. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ ഇത് 60 to 75 സെൻറ്റിമീറ്റർ ആണ്. ഫിൽറ്റർ ബെഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിൽ സാൻഡാണ്. ഇനി സാൻഡിന് താഴെ ഗ്രാവൽ ബെഡ് ഉണ്ടായിരിക്കും. ഈ ഗ്രാവൽ ബെഡിലുള്ള ഗ്രാവൽ പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത് സ്ലോ സാൻഡ് ഫിൽറ്ററിൽ 3 to 65 mm ആണ്. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ 3 to 40 mm ആണ്.
ഗ്രാവൽ ബെഡിൻ്റെ ഡെപ്ത് സ്ലോ സാൻഡ് ഫിൽറ്ററിൽ 30 to 50 സെൻറ്റിമീറ്റർ ആണ്. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ 60 to 90 സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് പാരാമീറ്റർ ഈസ് അണ്ടർ ഡ്രൈനേജ്. സ്ലോ സാൻഡ് ഫിൽറ്ററിൽ സിമ്പിളായിട്ടുള്ള ഡ്രെയിൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിലാണെങ്കിൽ മാനിഫോൾഡ് ടൈപ്പ് അല്ലെങ്കിൽ വീലർ ബോട്ടം ടൈപ്പ് അല്ലെങ്കിൽ പോറസ് പ്ലേറ്റ് ടൈപ്പ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്ലോ സാൻഡ് ഫിൽറ്ററിലെ ഹെഡ് ലോസ് 0.15 to 0.75 മീറ്റർ ആണ്. എന്നാൽ അതേസമയം റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ 3 to 3.5 മീറ്റർ ആണ്. സ്ലോ സാൻഡ് ഫിൽറ്ററിലെ ക്ലീനിങ് എന്ന് പറയുന്നത് വളരെയധികം ടൈം കൺസ്യൂം ചെയ്യുന്നൊരു പ്രോസസ്സാണ്. മുകളിൽ നിന്ന് 15 to 25 mm തിക്ക് ലെയർ സ്ക്രാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ ഈ ഒരു പ്രോസസ്സിന് ഏകദേശം 15 മിനിറ്റാണ് എടുക്കുന്നത്. ക്ലീൻ ചെയ്യുന്നതിനും ഈസിയാണ്. ബാക്ക് വാഷിംഗ് വെള്ളം വഴിയോ അല്ലെങ്കിൽ കംപ്രസ്ഡ് എയർ സപ്ലൈ ചെയ്തിട്ടൊക്കെയാണ് റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ ക്ലീനിങ് നടത്തുന്നത്. സ്ലോ സാൻഡ് ഫിൽറ്ററിൽ ക്ലീനിങ് പീരീഡ് 1 to 3 months ആണ്. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ 1 to 3 days ആണ് എടുക്കുന്നത്. ബാക്ടീരിയ അതുപോലെ സസ്പെൻഡഡ് മാറ്ററിനെ റിമൂവ് ചെയ്യുന്ന എഫിഷ്യൻസി പറയുമ്പോൾ സ്ലോ സാൻഡ് ഫിൽറ്റർ വെരി എഫിഷ്യൻ്റ് ആണ്, 98 to 99%. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററാണെങ്കിൽ 80 to 90% എഫിഷ്യൻസിയാണ് ഉള്ളത്. സ്ലോ സാൻഡ് ഫിൽറ്ററിൽ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത് ലോ ആണ്. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ഹൈ ആണ്. ഫിൽറ്റർ ബെഡ് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വാട്ടർ ക്ലീനിങ്ങിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. സ്ലോ സാൻഡ് ഫിൽറ്ററിലെ ഡയറക്റ്റ് വാഷിങ്ങും റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിലെ ബാക്ക് വാഷിങ്ങും ആണ്. ഡയറക്റ്റ് വാഷിങ്ങിൽ 0.2 to 0.6% ഓഫ് ഫിൽറ്റർഡ് വാട്ടർ. ഫിൽറ്റേർഡ് വാട്ടറിൻ്റെ 0.2 തൊട്ട് 0.6% ആണ് വരുന്നത്. എന്നാൽ അതേസമയം റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ ബാക്ക് വാഷിങ്ങിൽ 2 തൊട്ട് 4% വരെ എടുക്കുന്നുണ്ട് ഫിൽറ്റേർഡ് വാട്ടറിൻ്റെ. സ്ലോ സാൻഡ് ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യാൻ ലാർജ് ഏരിയ വേണം. എന്നാൽ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിന് സ്മോൾ ഏരിയ മതി. സ്ലോ സാൻഡ് ഫിൽറ്ററിൽ കൊയാഗുലൻസ് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ കൊയാഗുലൻസ് നിർബന്ധമായും ഉപയോഗിച്ച് വരുന്നുണ്ട്. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ സ്കിൽഡ് സൂപ്പർവിഷൻ ആവശ്യമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരുപാട് വാൾവ്സ് വരുന്നുണ്ടെന്ന്. സ്ലോ സാൻഡ് ഫിൽറ്ററിൽ സ്കിൽഡ് സൂപ്പർവിഷൻ ആവശ്യമില്ല. ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ പോസിബിൾ ആകുന്നത് റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിലാണ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഓപ്പറേഷന് സ്ലോ സാൻഡ് ഫിൽറ്ററിൽ പോസിബിൾ അല്ല. കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതൽ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിനാണ്. സ്ലോ സാൻഡ് ഫിൽറ്ററിന് മെയിൻ്റനൻസ് കോസ്റ്റ് പൊതുവെ കുറവാണ്. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ പലതരം വാൾവ്സ് വരുന്നുണ്ട്. സോ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ്. ലാൻഡ് കോസ്റ്റ് കുറവുള്ള സ്മാൾ ടൗൺസിലൊക്കെയാണ് നമ്മൾ സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് വരുന്നത്. അതുപോലെ ലാൻഡ് കോസ്റ്റ് കൂടുതലായിട്ടുള്ള ബിഗ് സിറ്റീസിലൊക്കെയാണ് റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് വരുന്നത്. ഓപ്പറേഷണൽ ട്രബിൾസ്. ഫിൽട്രേഷൻ പ്രോസസ്സിൽ പ്രധാനമായി 2 ഓപ്പറേഷണൽ ട്രബിൾസ് ആണ് ഉണ്ടാകുന്നത്. ഒന്ന് മഡ് ബാൾസ്, രണ്ടാമത്തത് എയർ ബൈൻഡിങ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫിൽട്രേഷൻ വഴിയും അതുപോലെ ഇനാഡക്വേറ്റ് വാഷിങ്ങും നമ്മൾ ക്ലീൻ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം സപ്ലൈ ചെയ്യാതിരിക്കുമ്പോൾ മഡ് അക്കുമുലേറ്റ് ചെയ്തിട്ട് മഡ് ബാൾസിൻ്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഇതെങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം? സർഫസ് വാഷിംഗ് വഴിയോ അല്ലെങ്കിൽ കോസ്റ്റിക് സോഡ ഉപയോഗിച്ച് വാഷ് ചെയ്യുക വഴിയോ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാവുന്നതാണ്. രണ്ടാമത്തെ പ്രോബ്ലമാണ് എയർ ബൈൻഡിങ്. When negative head is excessive, air is allowed to escape from water and lodged in the sand. നെഗറ്റീവ് ഹെഡ് കൂടുതലായി വരുന്ന സമയത്ത് എയർ വാട്ടറിൽ നിന്നും എക്സ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും പക്ഷേ അത് സാൻഡിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ഇത് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം? പ്രോപ്പർ ക്ലീനിങ് വഴി നമുക്ക് എയർ ബൈൻഡിങ് റിമൂവ് ചെയ്യാൻ സാധിക്കും. സോ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രാവിറ്റി ഫിൽറ്ററിൻ്റെ 2 ടൈപ്പായിട്ടുള്ള സ്ലോ സാൻഡ് ഫിൽറ്ററും റാപ്പിഡ് സാൻഡ് ഫിൽറ്ററുമാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രഷർ ഫിൽറ്ററാണ്. പ്രഷർ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിനോട് സിമിലർ തന്നെയാണ്. ഇവിടെ വാട്ടർ ഫിൽറ്റർ ചെയ്യപ്പെടുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കൂടുതലുള്ള ഒരു പ്രഷറിലാണ്. പ്രഷർ ഏകദേശം 3 തൊട്ട് 7 kg/cm² ആണ് വരുന്നത്. പമ്പിംഗ് വഴിയാണ് ഈ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റീൽ ടാങ്കാണ് ഉപയോഗിക്കുന്നത്. ഫിൽറ്റർ മീഡിയം ഉണ്ട്, ഗ്രാവൽ ബെഡ് ഉണ്ട്, അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റവും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ടാങ്കിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1.5 തൊട്ട് 3 മീറ്റർ വരെ വേരി ചെയ്യുന്നു. അതുപോലെ ലെങ്ത്ത് 3.5 തൊട്ട് 8 മീറ്റർ വരെയുമാണ് വേരി ചെയ്യുന്നത്. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിനെ പോലെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നു. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിലെ കൊയാഗുലൻ്റ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. വാട്ടർ ഈസ് മിക്സഡ് വിത്ത് കൊയാഗുലൻ്റ് ആൻഡ് ഈസ് ഡയറക്ട്ലി ഫെഡ് ടു ദി ഫിൽറ്റർ. വാട്ടർ കൊയാഗുലൻ്റുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഫിൽറ്റർ യൂണിറ്റിലോട്ട് കടത്തിവിടുന്നു. ഫിൽട്രേഷന് ശേഷം ഫിൽറ്റേർഡ് വാട്ടർ അണ്ടർ ഡ്രൈനേജ് സിസ്റ്റത്തിൽ കളക്ട് ചെയ്യപ്പെടുന്നു. ഇനി ഫിൽറ്ററിന് എപ്പോഴും ക്ലോഗിങ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ പറഞ്ഞല്ലോ ബാക്ക് വാഷിംഗ് ആണ് ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സോ ഇവിടെയും ബാക്ക് വാഷിംഗ് ആണ് ഉപയോഗിക്കുന്നത്. പ്രഷർ ഫിൽറ്ററിൻ്റെ കേസിൽ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ 6000 തൊട്ട് 15,000 വരെയാണ് വരുന്നത്. അത്രയും ലിറ്റേഴ്സ് പെർ ഹവർ പെർ മീറ്റർ സ്ക്വയർ ഓഫ് ഫിൽറ്റർ ഏരിയ. ഓക്കെ, ഇവിടെ സസ്പെൻഡഡ് മാറ്ററിൻ്റെയും ബാക്ടീരിയയുടെയും റിമൂവൽ നടക്കുന്നതിൻ്റെ എഫിഷ്യൻസി പറയുകയാണെങ്കിൽ വളരെയധികം ലോ ആണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് വാട്ടർ സപ്ലൈയുടെ ട്രീറ്റ്മെൻറ്റിനൊന്നും ഇത് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിച്ച് വരുന്നത് സ്വിമ്മിംഗ് പൂൾസിലും ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സിലുമെല്ലാം ആണ്. ഹിയർ ഇറ്റ് ഈസ് എ ഇമേജ് ഓഫ് പ്രഷർ ഫിൽറ്റർ. ഇവിടെ പ്രഷർ ഫിൽറ്ററിൻ്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. 1 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇൻലെറ്റ് വാൾവാണ്. 2 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് വാട്ടർ ടു ബി ഫിൽറ്റേർഡ്. നമുക്ക് ഫിൽറ്റർ ചെയ്യേണ്ട വെള്ളമാണ് കാണിച്ചിട്ടുള്ളത്. 3 സാൻഡ് ബെഡും സാൻഡ് ബെഡിന് താഴെ 4 ഗ്രാവൽ ബെഡ് കാണിച്ചിട്ടുണ്ട്. 5 മാർക്ക് ചെയ്തിട്ടുള്ളത് സെൻട്രൽ ഡ്രെയിൻ ആണ്. 6 എന്ന് കാണിച്ചിട്ടുള്ളത് ഡ്രെയിൻ വഴി കളക്ട് ചെയ്യപ്പെട്ട ഫിൽറ്റേർഡ് വാട്ടറാണ്. ഓക്കെ, 7 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് വാഷ് വാട്ടർ ഡ്രെയിൻ ആണ്. So through this video you have cleared with different type of filters in detail. Today's section we are wind upping here. Okay, thank you.